നീ മോളിലെ രണ്ടാമത്തെ മുറി എടുത്തോ. എന്തെങ്കിലും ആവശ്യമുണ്ടേ എന്നെ വിളിക്കണം. ഏയ് ലൂക്ക് അവനെയും കൊണ്ട് പോയിരുന്നു ഓഫീസിൽ. 7 മണിക്ക് വരും. ബി റെഡി. സർ, മിസ് എന്തിനാ ഇവിടെ സ്റ്റേ ചെയ്യുന്നേ? അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? നീ ഇവിടുത്തെ ആരാ? സർ, ആരാ? ആരോൺ മോന്റെ കെയർ ടേക്കർ. യെസ്. എന്നാൽ അവൾ അവന്റെ അമ്മയാ. ലൂക്കിന്റെ ഭാര്യ. ഇനി എന്തെങ്കിലും അറിയണോ നിനക്ക്? വേണ്ട. കർത്താവേ കാത്തോളെ. ആരോൺ ഓടല്ലേ, നീ വീഴും. ഹാ, വന്നല്ലോ. മമ്മി, ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. എന്നിട്ട് മമ്മിക്ക് ഇവിടെ? അയ്യോ, മറന്നുപോയി. മിസ് എന്തിനാ പിന്നെ വന്നേ? ഞാൻ ഇനി സ്കൂളിലോട്ട് വരുന്നില്ല. മിസ് പൊക്കപ്പോ അവിടുന്ന്. ആരോൺ, എങ്ങനെയാണോ നീ നിന്റെ മിസ്സിനോട് സംസാരിക്കുക? എനിക്ക് മിസ്സിനെ കാണണ്ട. സമയെടുക്കും. മോൻ എന്തിനാ മമ്മീനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? മമ്മി എന്തിനാ സ്കൂളിൽ വന്ന് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? അത് മമ്മിക്ക് മോൻ മമ്മിയുടെ മോനാണെന്ന് അറിയാത്തോണ്ടല്ലേ. എനിക്കിനി മമ്മിയെ വേണ്ട. മമ്മിക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. ഇല്ലെങ്കിൽ PT സാർ എന്നെ തല്ലുമ്പോ തല്ലണ്ടെന്ന് പറയില്ലായിരുന്നു. മമ്മി അവിടുത്തെ ടീച്ചറല്ലേ, അപ്പൊ മോനെ മാത്രം ബാക്കി ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് സേവ് ചെയ്യുന്നത് പാർഷ്യാലിറ്റി അല്ലേ? എന്നാലും ഞാൻ മമ്മിയോട് മിണ്ടില്ല. ഡാ, മമ്മി പാവാടാ. അത് പപ്പയ്ക്ക് മമ്മിയോട് ലവ് ഉള്ളോണ്ട് തോന്നുന്നതാ. ഡാ ചെറുക്ക. ആരോൺ, ഞാൻ സ്കൂളിൽ പോവാ. പൊക്കോ. നീയും കൂടെ വരണം. ഇല്ല. ഞാനിന്ന് ക്ലാസ്സിൽ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കും. നീ വന്നാ നിനക്ക് ഞാൻ 2 എണ്ണം തരും. ശരിക്കും തരുമോ? ആന്നേ. എന്നാ ഞാൻ വരാം. മെറെ, എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ എടുത്തു വെക്കാം. ഒന്ന് വന്ന് 2 മീൻ വറുത്തോ. ഒന്ന് പോമോ ക്രിസ്റ്റി? പ്ലീസ് പ്ലീസ് പ്ലീസ്, നല്ല കുട്ടിയല്ലേ, പ്ലീസ്. തന്നെ കൊണ്ട്. പപ്പ, മമ്മി, ഞാൻ പോവാ. ബൈ. ആരോൺ, പപ്പ. മെറിനെ ഇനി മമ്മീന്ന് വിളിക്കണ്ട, ആന്റിന്ന് വിളിച്ചാ മതി. അതെന്താ? സീക്രട്ട്. ഓക്കേ. ഹലോ മൈ ജൂനിയർ. ഒരു സീക്രട്ട് പറയട്ടെ? എന്താ? ഞാൻ മമ്മിനോട് മിണ്ടി. ആഹാ. മമ്മി ഒന്ന് ഫുഡ് ഉണ്ടാക്കിയേ. വാ, വേഗം പോയി കുളിച്ചിട്ട് വാ. ശരി. എനിക്ക് വിശക്കുന്നു. പപ്പ, എങ്ങനെയുണ്ട് മിസ്സിന്റെ ഫുഡ്? ഗുഡ്.
നിന്റെ പിണക്കം മാറ്റാൻ. എന്റെ പിണക്കം മാറിയല്ലോ. അപ്പൊ മിസ് നാളെ തിരിച്ചു പോവോ? ഇനി നിന്റെ പപ്പ പറയുമ്പോഴേ പോന്നുള്ളൂ. എന്നാ പോവാൻ പറ പപ്പ. അത് മെറിനാൻഡി പോയില്ലേ, അപ്പൊ ഇനി നമുക്ക് ഫുഡ് വെക്കാൻ ആള് വേണ്ടേ? അപ്പോ മിസ് ഇവിടെ നിന്നോട്ടെ. അത് ശരി, തനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ മാത്രം മതിയല്ലേ ഞാൻ? അപ്പന്റെ മോന്റെ അഭിനയത്തിന് ഓസ്കാർ കൊടുക്കണം. മിസ് എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഞാൻ നിന്റെ മിസ്സാണല്ലേ, ശരിയാക്കി തരാട കുരുട്ടെ. സ്കൂളില്ല. ശരി, നീ മമ്മിയുടെ കൂടെ അടിച്ചു പൊളിക്കാം. മമ്മി നല്ല അടിപൊളി കുക്കാ. ഓക്കേ ബൈ. നൈറ്റ് ആണോ? ഓക്കേ പപ്പ, ബൈ. ഞാൻ ഇറങ്ങോ? ഹാ. ആരോ, നിനക്കൊരു കാര്യം അറിയോ? എന്താ? മിസ്സിനൊരു മോനുണ്ട്, പക്ഷേ ഞാൻ അവനെ കണ്ടിട്ടില്ല. അതെന്താ? ഞാൻ അവൻ ഉണ്ടാവുന്നതിന് മുമ്പ് എനിക്ക് ചോക്ലേറ്റ് തരാത്തോണ്ട് തെറ്റിപ്പോയി. അയ്യോ. ഡാ അഭിനയ സിംഗമേ, ശരിയാക്കി തരാടാ. ഇന്ന് രാവിലെ എന്റെ മോൻ എന്നെ വിളിച്ചു. ആ, അവൻ എനിക്ക് വേണ്ടി കാത്തിരിക്ക. അപ്പോ ഞാൻ ഇന്ന് അവന്റെ അടുത്തേക്ക് പോവാ. അതെങ്ങനെ ശരിയാവും? അതെന്താ ശരിയാവാത്തെ? അല്ല, വിളിച്ചത് മിസ്സിന്റെ മോനല്ലെങ്കിലോ? അത് പ്രാങ്ക് കോൾ ആയിരിക്കും. അല്ല, എന്റെ മോനാ. ഞാൻ അവന്റെ അടുത്തേക്ക് പോവാ. നോ, അത് മിസ്സിന്റെ മോനല്ല. എന്താ ഉറപ്പ്? ഞാനൊരു കാര്യം പറഞ്ഞ ആരോടേലും പറയോ? ഇല്ല. ഗോഡ് പ്രോമിസ്? ഗോഡ് പ്രോമിസ്. പപ്പയോടും ജിമിനങ്കളിനോടും ആനാന്റിനോടും അച്ചാമ്മയോടും ഒന്നും പറയരുത്. നെവർ. ഞാനാ ശരിക്കും മിസ്സിന്റെ മോൻ. നീയോ? ആ, സത്യം. പിന്നെ നീ എന്താ എന്നോട് പറയാനേ? ജിമിനങ്കൾ പറഞ്ഞു പറയരുതെന്ന്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ ചിമ്മി. ആനാന്റി പറഞ്ഞു മമ്മിക്ക് ചോക്ലേറ്റ്സിന്റെ കാര്യം ചോദിച്ചാൽ ദേഷ്യം വരുന്നു. അമ്പടി ഭീകരി. പപ്പ പറഞ്ഞു മമ്മി കൂടെ ഉള്ളപ്പോ ജിമിനങ്കളിനെ ആനാന്റിനെയും അറിയാത്ത പോലെ നിക്കണം. അപ്പൊ വെൽ പ്ലാൻഡ് ആയിരുന്നല്ലേ എല്ലാരും? മമ്മിക്ക് ഇപ്പൊ പിണക്കമൊക്കെ മാറിയോ? മാറി. ഏത് ചോക്ലേറ്റാ പപ്പ തരാനേ? ഡയറി മിൽക്ക്. അയ്യേ, ഇത്ര വലിയ കുട്ടിയായിട്ട് മമ്മിക്ക് നാളല്ലേ ചോക്ലേറ്റിന് വേണ്ടി വഴക്ക് കൂടാൻ? അന്ന് മമ്മി ഇത്രയും വലുതല്ലായിരുന്നു. ഞാനിപ്പോ എല്ലാം പറഞ്ഞു നന്നായി. ഇല്ലേ മമ്മി ഇവിടുന്ന് പോയേനെ. ഡാ പൊട്ട, നിന്നെയല്ല എനിക്കറിയാത്തെ, നിന്റെ ഡാഡിനെ എനിക്ക് അറിഞ്ഞൂടെ? ആ, സോ? ഒന്നുമില്ല, അത് മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ല. ഇനിയും ചോക്ലേറ്റ് തന്നില്ലേ ഇനിയും തെറ്റിപ്പോവോ? ഇല്ല, ഇനി എന്ത് വന്നാലും മമ്മി മോനെ വിട്ടു പോവില്ല. ഗോഡ് പ്രോമിസ്? ഗോഡ് പ്രോമിസ്. വീണ്ടും ഒരു ജനനം കൊട് വാടാ എൻ മകനെ നന്നയന പദവി കൊട് തായ് പാസം തായ് പാലും കൊടുക്കവില്ലയടാ என் மாரில் நீ தூங்க கிடைக்கவில்லையடா பிறவி ஏழும் எடுத்தால் கூட பிரியம் இல்லை இனிமேல் வாழ சித்திரை நீ செந்தமிழே வார்த்தைகள் இல்லை அழைக்க சூரியன் நீ விண்வெளி நீ நான் துளைத்த ரத்தினம் நீ. സോറി, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ ലേറ്റായ. കഴിച്ചോ? ഇല്ല. അയ്യോ, എനിക്കൊന്നും ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല. മോന്റെ കൂടെ ആരോണിന്റെ കൂടെ കളിക്കുമായിരുന്നു. അവൻ എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു, മമ്മീനോട് സീക്രട്ട് ഒക്കെ പറഞ്ഞു. അവന് ഫോണുണ്ടോ? യെസ്. അപ്പൊ നീ എന്താ കഴിക്കാൻ പോണേ? എന്തേലും തട്ടിക്കൂട്ടി ഉണ്ടാക്കണം. അപ്പൊ അവൻ എന്താ കഴിച്ചേ? ബ്രെഡും ഓംലെറ്റും. ഓക്കെ. ലോക്ക് എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ഒന്ന് ചിരിച്ചു പോലുമില്ല. കുക്കി, ആ, എന്താ? എന്തിനാ ഒച്ച വെച്ചേ? അതൊന്നുമില്ല, കൈ ചെറുതായി പൊള്ളിയതാ. എവിടെ നോക്കട്ടെ? ഒന്നുമില്ല ക്രിസ്റ്റി.
കുക്കി, ഐ എം സോറി. എന്തിനാ? ഞാനല്ലേ മാപ്പ് പറയണ്ടേ? എനിക്ക് ഇന്നേരം അതിന് കഴിഞ്ഞിട്ടുമില്ല. എല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നീ അവന് വേണ്ടി മാത്രമാണോ തിരിച്ചു വന്നത്? അല്ല, പിന്നെ? കേട്ടാ തോന്നും ഇവിടെ വേറെ 100 പേരുണ്ടെന്ന്. പ്ലീസ്, നിന്റെ വായിന്ന് തന്നെ പറഞ്ഞു കേൾക്കാനുള്ള കൊതി കൊണ്ടാ. പറ, നീ അവന് വേണ്ടി മാത്രമാണോ വന്നേ? അല്ല, തന്നെ വേണം എനിക്ക്. അന്ന് അവസാനമായി കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇടയിൽ നമ്മളെ ബന്ധിപ്പിക്കാൻ ഒന്നുമില്ലെന്ന്. അപ്പോഴെങ്കിലും പറഞ്ഞൂടായിരുന്നു എന്നോട്. അവൻ വലുതാവുമ്പോ എല്ലാ അമ്മമാരെയും പോലെ എനിക്ക് പറയാൻ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച കണക്ക് പറയാനുണ്ടാവില്ല. ഞാൻ അവനെ 10 മാസം ചുമന്നിട്ടുമില്ല, പ്രസവിച്ചിട്ടുമില്ല, പാല് കൂട്ടിയിട്ടില്ല. അവനും എന്റെ അതേ വിധി ആയതുകൊണ്ടാവും ഞങ്ങൾ അപ്പനും മോനും മറ്റുള്ളവരുടെ ചൂടിൽ ഉറങ്ങാനായിരുന്നു വിധി. കുക്കി, നീ എന്നെ ക്രിസ്റ്റി എന്ന് തന്നെ വിളിച്ചാൽ മതി. ലോക്ക് എന്ന് വിളിക്കുമ്പോ നിനക്ക് ഞാൻ ആരും അല്ലാത്ത പോലെ ഒരു തോന്നല്. നീ ശരിക്കും എന്നോട് ക്ഷമിച്ചോ? അന്ന് സംഭവിച്ചതൊക്കെ ഐ എം സോറി. ഞാൻ നിന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഐ എം സോറി. അതൊക്കെ മറന്നേക്ക്. ഞാനും മറന്നു. പിന്നെ ആരോണിന്റെ കാര്യത്തിൽ നിന്റെ അടുത്ത് ഒരു തെറ്റില്ല മോളെ. എല്ലാ തെറ്റും എന്റെ ഭാഗത്ത്. നീ എടുത്ത തീരുമാനം തന്നെയായിരുന്നു ശരി. പക്ഷെ അത് അവനിപ്പോഴൊന്നും അറിയണ്ട. ഒരു പെണ്ണിന്റെ ശരി എന്താന്ന് അവന് മനസ്സിലാവുന്ന പ്രായത്തട്ടെ. നീ ഒരിക്കലും അതോർത്ത് സങ്കടപ്പെടരുത്. കാരണം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ഒരു നല്ല അമ്മ തന്നെയാ. അല്ല ക്രിസ്റ്റി, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ കൊല്ലാൻ നോക്കിയില്ല. നോ, ഒരു അപരിചിതന്റെ കുഞ്ഞിനെ നിന്റെ അനുവാദം ഇല്ലാതെ ഉണ്ടായ ഒരു ജീവനെ എന്ത് ചെയ്യണം എന്നുള്ളത് നിന്റെ തീരുമാനം തന്നെ. അവൻ തപ്പനായ ഞാനാ പറയുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു ഗിൽറ്റ് നീ കൊണ്ടു നടക്കരുത്. നീ നല്ലൊരു അമ്മയായോണ്ടല്ലേ ഇപ്പൊ തിരിച്ചു വന്നത്. എനിക്ക് എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിഞ്ഞില്ലല്ലോ. പ്രസവിച്ചാൽ മാത്രമേ അമ്മയാവുള്ളൂ. നോ, മെറീന അവൻ മമ്മിന്ന് വിളിച്ചു തുടങ്ങിയത് കാർട്ടൂൺ കാണാൻ തുടങ്ങിയപ്പോഴാണ്. ഒരു 2 വയസ്സുകാരന് അവൻ അന്നം വാരി കൊടുക്കുന്നവളാ അവന്റെ അമ്മ. പക്ഷെ അവൻ ഓരോ വട്ടം അവളെ മമ്മിന്ന് വിളിക്കുമ്പോ എന്റെ ഉള്ള നീറുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ അവനോട് പറഞ്ഞു, നിന്റെ മമ്മി അതല്ല, ഒരു നുണക്കഥ പറഞ്ഞു പറ്റിക്കാൻ. എനിക്കധികം സമയമൊന്നും വേണ്ടി വന്നില്ല. വലുതാവുമ്പോ അവനിതൊക്കെ മറക്കുകയും ചെയ്യും. എന്നിട്ട് നിനക്ക് അവനോട് ഇതൊക്കെ പറയണമെന്ന് തോന്നുമ്പോ നീ ഇത് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ അവനൊരിക്കലും ഇതൊന്നും അറിയണ്ട. കുക്കി, ഈ 6 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും നീ എന്നെ ഓർത്തില്ലേ? മറന്നിട്ട് വേണ്ട ഓർക്കാൻ. തന്നെ പറഞ്ഞു വിട്ടപ്പോ തന്നെക്കാൾ വേദനിച്ചത് എനിക്ക്. ലൂക്കിനെയല്ല, ക്രിസ്റ്റി. I missed him a lot. I really missed him. ക്രിസ്റ്റി എന്നെ നോക്കിയ ഓരോ നോട്ടവും പറഞ്ഞതും തൊട്ടതും എല്ലാം ഞാൻ മിസ് ചെയ്തു. പതിയെ മറക്കാൻ ശ്രമിച്ചു. ഇടയ്ക്കുള്ളിൽ എപ്പോഴും ഒരു ആശ തോന്നി, ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിലും. മാതാവിനോട് ഒരു കൂടെ മെഴുകുതിരി ഓഫർ ചെയ്തു. നേർന്നത് കുറഞ്ഞു പോയതുകൊണ്ടാവും പുള്ളിക്കാരി എന്റെ പ്രാർത്ഥന കേട്ടതിൽ ഒരു ടെസ്റ്റ് തന്നു. അപ്പന് പകരം മകനെ പറഞ്ഞയച്ചു. ജീവനോടെ ഇല്ല എന്ന് ഞാൻ വിശ്വസിച്ച എന്റെ കുഞ്ഞ് എപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തകർന്നു പോയി ഞാൻ. അപ്പ അവൻ അബോർട്ട് ചെയ്യാൻ അറിഞ്ഞപ്പോ താൻ എത്ര നൊന്ത് കാണും. ഏയ്, പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സമയം ഞാൻ നിന്നെ കുറിച്ച് ചിന്തിച്ചുള്ളൂ. പപ്പ ആ സമയം ഒരു ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ അവനൊന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു.
അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ നമ്മൾ ഇരുവരും ഒരുപോലെ തെറ്റ് ചെയ്തവരാണ്. അതുപോലെ അതൊരു വലിയ ശരിയായിരുന്നു നിന്നെ സംബന്ധിച്ച്, ഒരു പെണ്ണിനെ സംബന്ധിച്ച്. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ അവന് നിന്റെ അനുവാദമില്ലാതെ വളർത്തിയത്? ഓളോ, അവൻ ഇത്രയും നാൾ എൻ്റെ അടുത്ത് ഒളിപ്പിച്ചു വെച്ചതിൽ എനിക്ക് സങ്കടം. എന്തായിരുന്നു ക്രിസ്റ്റി അവന്റെ റിയാക്ഷൻ ഞാൻ അവന്റെ മമ്മി പറഞ്ഞപ്പോ? എന്റെ മമ്മി ക്യൂട്ടാണ്. അന്ന് നിന്റെ വീട്ടിൽ നിന്ന് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാം, ഞാൻ നല്ല മമ്മിയുടെ കൂടെ കിടന്ന് എന്തൊരു ചൂടാ അറിയോ മമ്മിക്ക്, പപ്പയുടെ കൂടെ കിടക്കുന്ന പോലെ തന്നെ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നേ നീ ഞങ്ങളുടെ കൂടെ വേണമെന്നു. ക്രിസ്റ്റി, I love you. I really love you. I love you too. ഒരു പാതി കഥവ് നീയടി, മറുപാതി കഥവ് നാണടി. பார்த்து கொண்டே பிரிந்திருந்தோம், சேர்த்து வைக்க காத்திருந்தோம். ഒരു പാതി കഥവ് നീയടാ, മറുപാതി കഥവ് നാനടാ. കാൽ തിരന്തേ കാത്തിരുந்தோம், കാற்று வீச பார்த்திருந்தோம். நீ என்பதே நான் தானடி, நான் என்பதே நாம் தானடி. അവൻ ഒറ്റയ്ക്ക് കിടക്കോ? ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. പാവണ്ട് ക്രിസ്റ്റി. എന്നാൽ ഞാൻ പോയി അവന്റെ കൂടെ കിടക്കാം. പോവല്ലേ പ്ലീസ്, അവനവിടെ കിടന്നോളൂ. നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ലൈഫിലൊരിക്കൽ താനൊരു ഡെമനാണെന്ന് വിശ്വസിച്ച് നടന്ന കാലം ഉണ്ടായിരുന്നു. ബട്ട് നൗ യു ഫീൽ ലൈക്ക് ആൻ ഏഞ്ചൽ. ഞാൻ ഡമൻ തന്നെയാ, ലൂണി ഡമൻ. അത് തന്നെയാ ഞാനും പറഞ്ഞു. ലൂണി ഡെമൻ ഏറ്റവും ക്രേസി ആയ ഒന്ന്. ലൂണി ഡമന്റെ കഥ അതല്ല, ഏറ്റവും വിഡ്ഢിയായ ഡമനാണ് ലൂണി ഡമൻ. ഈ ലോകത്ത് മറ്റൊന്നിനും അവനെ തകർക്കാനാവില്ലെന്ന് അവൻ വിശ്വസിച്ചു. പക്ഷെ അവനൊരു ബലഹീനത ഉണ്ടായിരുന്നു, സ്നേഹം. വാൻ വരുവാൻ വരുവാൻ വരുവാൻ. അവനെ എല്ലാവരും സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു. വാൻ വരുവാൻ വാൻ വരുവാൻ. വാൻ വരുവാൻ വിരൈവാൻ വിരിവാൻ. വാൻ വരുവാൻ മുകിലായി അലൈവാൻ. അവന്റെ ശക്തികളൊക്കെ ക്ഷയിച്ചു. ക്രൂരനായ ഡെമനിൽ നിന്ന് അവൻ സാധാ മനുഷ്യനായി മാറി. ഈ ലോകം മുഴുവൻ വിചാരിച്ചു അത് അവന്റെ പരാജയമാണ്. പക്ഷേ അതവന്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. അവന് ചുറ്റും അവന് സ്നേഹം കൊണ്ട് സംരക്ഷിച്ച ഒരു സുരക്ഷിത വലയമുണ്ടായിരുന്നു. എന്റെ സുരക്ഷാ വലയം നീയാണ്, നിന്റെ സ്നേഹമാണ്.
എന്റെ ലോകം ഇനി ഇതാണ്. നീ, ഞാൻ, നമ്മുടെ കുഞ്ഞ്. അച്ഛമ്മേ, അങ്ങനെയെല്ലാം നമ്മുടെ പ്ലാൻ പോലെയല്ലേ? യെസ്. അങ്കിളിനാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ്. അങ്കിളിനുള്ള സമ്മാനം ഞാൻ തരുന്നുണ്ട്. അവൻ എന്തേടി? ആരെയോ കാണാൻ പോയതാ, ഇപ്പൊ വരും. ഞാനെല്ലാം നിർത്തി. നീ അവിടുത്തെ രാജാവോ രാജകുമാരനോ മന്ത്രിയോ ആര് വേണേലും അയക്കോ. ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല. പേടിച്ചു തുടങ്ങിയോ നീ? ഇല്ല, ജീവിച്ചു തുടങ്ങി. നിനക്കുമില്ലേ ഒരു ഭാര്യയും കുഞ്ഞും? ഇടയ്ക്ക് ചെന്ന് നോക്കണം, അപ്പൊ നീയും ജീവിച്ചു തുടങ്ങും. നീ നിന്റെ കാര്യം നോക്ക. യൂട്യൂബ് ഇനി എന്റെ ലൈഫിലോട്ട് നീ വരരുത്. വന്നാ അത് നിന്റെ അവസാനമായിരിക്കും. ഇനി ഒരു ചാൻസ് ഞാൻ തന്നെന്ന് വരില്ല. ഡി, നിങ്ങളപ്പോ ഇങ്ങോട്ട് മാറുന്നുണ്ടോ? ഇല്ല. വാടി, ഇവിടെ എല്ലാരും കൂടെ രസല്ലേ? അതെ, പക്ഷേ എനിക്ക് ഞങ്ങൾ മാത്രമായി വേണം. നഷ്ടപ്പെടുത്തിയ 6 വർഷത്തെ സന്തോഷം എനിക്ക് തിരികെ വേണം. എന്റെ ക്രിസ്റ്റിക്കും മോനും 6 വർഷം എനിക്ക് തിരികെ കൊടുക്കണം. അതിന് ഞങ്ങൾ ഒറ്റയ്ക്ക് വേണം. എനിക്ക് മനസ്സിലാവും. ഓൾ ദി ബെസ്റ്റ്. താൻ നമ്മുടെ പുതിയ വീട്ടിനെന്തോ പേര് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഹെവൻ. ഹെവനോ? Now this place like a heaven.